യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദവചനം നമുക്ക് റോമാലേഖനം 10-ാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ പുതിയൊരു വേദവചന ചിന്തയിലേക്കാണ് കടക്കുന്നത്. നമുക്കറിയാം, നമ്മളെപ്പോഴും തന്നെ പല സാഹചര്യങ്ങളിലും പല അവസ്ഥകളിലുമാണ്. ഒരാൾക്ക് നമ്മെ എപ്പോഴും ഒരേപോലെ സഹായിക്കാൻ കഴിയത്തില്ല. മനുഷ്യർ എല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള പരിമിതികളിൽ ആണ്. എന്നാൽ ദൈവം അങ്ങനെയുള്ളവനല്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഈ ഒരു വാക്യം ചമച്ചത്, അല്ലെങ്കിൽ ഈ ഒരു സങ്കീർത്തനം ചമച്ചത്, ഇസ്രയേലിൻ്റെ വളരെ പ്രമുഖനായ രാജാവും അതേസമയം തന്നെ ഇസ്രയേലിൻ്റെ മധുര ഗായകൻ എന്നറിയപ്പെട്ടതുമായ ദാവീദാണ്. ദാവീദിനെ ഫെലിസ്തീയ രാജാവായ ആഖീഷ്, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന അബീമലേക്ക് എന്ന് പറയുന്നതായ രാജാവ് പിടിച്ചു രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. അവനെ ശിക്ഷിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായപ്പോൾ ദാവീദ് ബുദ്ധിഭ്രമം നടിച്ച്, ഈ ബുദ്ധിഭ്രമം നടിച്ചപ്പോൾ രാജാവ് ഇപ്രകാരം തൻ്റെ ആളുകളോട് ചോദിച്ചു, എന്തിനാണ് ഈ വട്ടനായ, ഈ ഭ്രാന്തനായ ഒരുവനെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? മാറ്റിക്കൊണ്ട് പോകാൻ പറയാം. അങ്ങനെ ദാവീദ് അവിടെ നിന്ന് രക്ഷപ്പെടുവാനിടയായി തീർന്നു. സാധാരണയായിട്ട് നമ്മൾ എന്താണ് പറയുന്നത്? ഞാൻ അങ്ങനെ ആ ബുദ്ധിഭ്രമം നടിച്ചതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നമ്മൾ ഇതുപോലെയാണ് പറയുന്നത്. ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് വീഴുമ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ അവിടുന്ന് പെട്ടെന്ന് കുതറി മാറിയതുകൊണ്ട്, അല്ല, ഞാൻ പെട്ടെന്നൊന്നും മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതുകൊണ്ട് എനിക്ക് രക്ഷയായി. പക്ഷേ നാം അങ്ങനെ പറയാൻ പാടില്ല, പ്രത്യേകിച്ച് ദൈവമക്കൾ. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും നമുക്ക് വേണ്ടതായ ഉപദേശവും നിയന്ത്രണവും കാവലും സുരക്ഷയും എല്ലാം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത് നമ്മൾ അനുഭവിക്കാതല്ല മഹത്വം കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാതെയല്ല നാം അവന് മഹത്വം കൊടുക്കുന്നത്. മറിച്ച് നാം ഓരോരുത്തരും എപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരം പോലും അങ്ങനെയല്ലേ? എത്രയോ പേര് ആഹാരമില്ലാതെ വലയുന്നു, എത്രയോ പേര് ആഹാരമില്ലാതെ പട്ടിണിയിൽ ആയിരിക്കുന്നു, എത്രയോ പേര് ആഹാരത്തിൻ്റെ കുറവ് കൊണ്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവല്ലയിൽ നിന്നും ഷൊർണൂരിലേക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്തു. ഞങ്ങളുടെ ഉദ്ദേശം ട്രെയിനിലുള്ള ആളുകൾക്ക് സുവിശേഷ പ്രതികൾ കൊടുക്കുവാനും സുവിശേഷം അറിയിക്കുവാനും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിരുന്നു. എന്നോടൊപ്പം ഏതാണ്ട് 12ഓളം പേര് അന്ന് ട്രെയിനിലുണ്ടായിരുന്നു. ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് യാത്ര ചെയ്ത സമയം മുതൽ ഞങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കയ്യിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കുവാനുള്ള ലഞ്ച് ഞങ്ങൾ പൊതിഞ്ഞെടുത്തിരുന്നു. ഷൊർണൂരിൽ വെച്ച് ഞങ്ങൾ പൊതിയഴിച്ച് ആഹാരം ഭക്ഷിച്ചു. എന്നാൽ 1-2 പൊതി ബാക്കി വന്നു. അത് ഞങ്ങൾ എക്സ്ട്രാ കരുതിയതായ പൊതിയാണ്. ആർക്കെങ്കിലും കുറച്ചുകൂടെ ഫുഡ് വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ള ആ കരുതലിൽ ഞാൻ ആ ഭക്ഷണം കഴിച്ച ശേഷം ട്രെയിനിൻ്റെ ഡോറിലൂടെ വെളിയിലോട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച വളരെ ഹൃദയഭേദകമായിരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ കഴിച്ചതായ ആ ഫുഡിൻ്റെ വേസ്റ്റും ആ പേപ്പറും ആ ഇലയെല്ലാം കൂടെ ഞങ്ങൾ പാളത്തിൻ്റെ ആ സൈഡിലിട്ട് ഇട്ടു. അന്ന് കൂടുതൽ ആളുകളും അങ്ങനെയാണ് ചെയ്തത്. ഇന്നത്തെ പോലുള്ള പ്രത്യേകിച്ചുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് അന്നില്ലായിരുന്നു. ഇന്നത് ഉള്ളത് വളരെ നല്ലതാണ്. നമ്മൾ അങ്ങനെ ചെയ്യാവൂ എന്നുള്ള കാര്യവും ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ കണ്ട കാഴ്ച, വളരെ യൗവനക്കാരായ ഒരുപക്ഷെ നാടോടികളോ അല്ലെങ്കിൽ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ ആളുകൾ ഞങ്ങൾ കഴിച്ച ആ ഇലയിൽ നിന്നും മീനിൻ്റെ മുള്ളും കറിവേപ്പില വരെയും അല്പം വറ്റുള്ളത് വരെയും അവർ പെറുക്കി പെറുക്കി കപ്പലണ്ടി കഴിക്കുന്ന പോലെ കഴിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി. ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ, ഞങ്ങൾ എത്രത്തോളം ഫുഡ് കളയുന്നു. പക്ഷേ ഒരു മണി ചോറിന് പോലും വിശക്കുന്നവരായ, ആഗ്രഹിക്കുന്നവരായ, ദാഹിക്കുന്നവരായ ആളുകൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ടല്ലോ എന്നോർത്ത് അന്ന് എൻ്റെ കണ്ണ് തുറക്കുവാനിടയായി തീർന്നു. അധികം വന്ന 2 പാഴ്സല് ചോറ് കറിയും ഞങ്ങൾ അവർക്ക് ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ നമുക്ക് കടന്നു വരാം. പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ദൈവമാണ് നമുക്ക് എല്ലാം നൽകുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമാണ്.
ഈ ദാവീദിന് എന്താണ് സംഭവിച്ചത്? ഈ രാജാവിൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് അതിൻ്റെ മഹത്വം മുഴുവനും താൻ ദൈവത്തിന് കൊടുക്കുക. താൻ പറയുന്നു, എനിക്ക് ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തുവാൻ സാധിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഒരിക്കലും സ്വയപ്രശംസയല്ല ദാവീദ് പറയുന്നത്. ദാവീദ് പറയുന്നത് ദൈവത്തിന് മഹത്വം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് കാലമാണെങ്കിലും, അത് നമ്മൾ സാധാരണയായി പറയുന്ന കഷ്ടകാലമാണെങ്കിൽ പോലും, എല്ലാം അനുകൂലമായ സാഹചര്യമാണെങ്കിൽ പോലും, ആർക്കും നമ്മുടെ അടുക്കിലേക്ക് വരുവാനോ നമ്മെ സഹായിപ്പാനോ കഴിയാത്തതായ ഒരു സാഹചര്യമാണെങ്കിൽ പോലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്നുള്ള ആ വിശ്വാസം, ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്വഭാവം, ദൈവം നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നാം അതുപോലെ ചെയ്യണം. അതാണ് ഇവിടെ ദാവീദ് ചെയ്തതും. ദാവീദ് ദൈവം പറയുന്ന പോലെ ചെയ്തപ്പോൾ അവന് ആ രാജാവിൻ്റെ മുമ്പിൽ നിന്നും രക്ഷ ലഭിച്ചു. ദാവീദിനറിയാം, ഇതെൻ്റെ സ്വന്തം തീരുമാനമല്ല, മറിച്ച് ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞതായ കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഇതുപോലെയാണ്. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും, അല്ല വലിയ കാര്യങ്ങളിൽ പോലും, ദൈവത്തിൻ്റെ ആ ഒരു ആലോചന, ദൈവത്തിൻ്റെ ആ ഒരു ഗൈഡൻസ് നമുക്ക് ലഭിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിനക്ക് ഒരു വിടുതലുണ്ടാകും, നിനക്കൊരു സൗഖ്യമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ ദൈവം മാനിപ്പാനിടയായി തീരും. നിന്നെക്കുറിച്ച് ദൈവം എന്തുദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. അതെ, ദാവീദിനെ പോലെ നമുക്കും പറയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കാരണം ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ എനിക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നു. നിങ്ങൾക്കും കർത്താവ് ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് എല്ലാ നാളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ദാവീദിനെ പോലെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തെ പുകഴ്ത്തുവാനും കഴിയുന്നതായ ആ അവസ്ഥയിലേക്ക് ഞങ്ങളെയും കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അങ്ങയുടെ മക്കൾ നിറയപ്പെടട്ടെ. കർത്താവെ, ആരും തന്നെ ദൈവകൃപ വിട്ടുമാറാതെ ദൈവത്തിൽ പൂർണ്ണ പ്രത്യാശ മുറുകെ പിടിച്ചുകൊള്ളുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.